നബിയെ, ഇവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? തഖൂമുൽ ലൈല, അവളെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ്. ഈ പറയുന്ന പെണ്ണ് ഈ മുകുളവിളയിലില്ല, മാമൂട്ടിലില്ല, ചമ്മനത്തോപ്പിലില്ല, കൊല്ലത്തില്ല, കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ഏഷ്യയിലില്ല, ലോകത്തുണ്ടാവൂല. പ്രിയപ്പെട്ടവരെ, മദീനത്തുൻ നബവിയിലെന്ന് ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് തഖൂമുൽ ലൈല, രാത്രി ഒരു പോളൊക്കെ നടക്കൂല, മുഴുവൻ നിസ്കാരമാണ്. പകല് ഒരു തുള്ളി വെള്ളം കുടിക്കൂല, എന്നും നോമ്പാണ്. എന്തൊരു പെണ്ണാണ്! അവരുടെ കാതിലും കഴുത്തിലും കയ്യിലും വിരലിലുമുള്ളതല്ല, അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുക്കുന്നവളാ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു തിങ്കളോ വേടനോ പിടിക്കുന്ന നോമ്പിന്റെ കഥയല്ല. 27 പ്രതീക്ഷിച്ചുകൊണ്ട് രാവിന്റെ എന്ന് നിസ്കരിക്കുന്ന ലൈലത്തുൽ ഇഅ്തികാഫിന്റെയോ ഖിയാമുൽ ലൈലിന്റെ കഥയല്ല പറയുന്നത്. രാത്രി ഫുൾ ടൈം നിസ്കാരം, പകല് ഫുൾ ടൈം, പകൽ എല്ലാ ദിവസവും നോമ്പ്, സദഖ കൊടുക്കുന്ന പെണ്ണാണ്. നബിതങ്ങൾ സന്തോഷിച്ചു. ആ കൂട്ടത്തില് സഹാബി പറഞ്ഞു, നബിയേ, അവൾക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താ? തുദീ ജീറാനഹാ ബിലിസാനിഹാ, പക്ഷെ നാക്ക് കൊണ്ട് അപ്പുറത്തെ അയൽക്കാരി ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ഇബാദത്തുകൾക്ക് ഒരു കുറവുമില്ല, പക്ഷേ നോമ്പ് പിടിച്ചിരിക്കും, രാത്രി നിസ്കാരമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പുറത്തെ താത്തായ ജനലിന്റെ ഭാഗത്ത് കണ്ടാ പിന്നെ പ്രശ്നം കോട്ടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. നബിയെ, ഈ പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ പറഞ്ഞെന്നറിയോ? നിസ്കാരം ഇല്ലാത്തതുകൊണ്ടാണോ? നോമ്പില്ലാത്തതുകൊണ്ടാണോ? ധർമ്മം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. ഈ പെണ്ണിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, ഒരു നന്മയും അവളിലില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവളും നരകത്തിന്റെ ഭീകരമായ കുണ്ടിൽ ആപതിച്ചു പോകുന്ന പെണ്ണാണ്. എന്റെ മുകളുവിളയിലെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിസ്കാരത്തിന് കുറവുണ്ടോ? നോമ്പിന് കുറവുണ്ടോ? എന്തിനെങ്കിലും കുറവുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കൂല, അതൊരു കുറവ് തന്നെയാണ്. സ്നേഹിക്കേണ്ടവരെ നമ്മൾ സ്നേഹിക്കൂല. കുഞ്ഞുങ്ങളോട് കരുണയില്ല, അലിവില്ല, ദയയില്ല, അനുകമ്പയില്ല, കാരുണ്യമില്ല, ഔദാര്യമില്ല, കടാക്ഷമില്ല. സഹോദരങ്ങളെ, വലിയവരോട് നമുക്ക് ബഹുമാനമില്ല, അളമത്തില്ല, ഉന്നതിയില്ല. അവരെ ബഹുമാനിക്കൂല, അവരെ കണ്ടാ നമ്മൾ എഴുന്നേക്കൂല. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവൻ, വലിയവനോട് ബഹുമാനം കാണിക്കാത്തവൻ ലൈസ മിന്നാ, എന്റെ സൊസൈറ്റിയിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പഠിച്ചത് നമ്മൾ പ്രവർത്തിക്കണം. അയൽക്കാരനോട് കടമകളുണ്ട്. അവന് ഏത് മതക്കാരനാകട്ടെ, അയൽക്കാരനോടുള്ള കടമകൾ റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറഞ്ഞ് നബിതങ്ങൾ അവസാനം പേടിച്ചുപോയി. താൻ മരണപ്പെട്ടാൽ തന്റെ അനന്തരം മക്കൾക്ക് കൊടുക്കും പോലെ അയൽക്കാരനും കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുപോയി. അത്രത്തോളം അയൽക്കാരനോടുള്ള മഹത്വം, അവരോട് ബഹുമാനിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു കൊടുത്തു. നമ്മളാണെങ്കിലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് രാത്രിയാണ് വഴല് കേൾക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ഒരു സ്വപ്നം കാണുകയാണ്, അതുകൂടെ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ഒരു സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വപ്നം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് സ്വപ്നം കണ്ടു. എന്താ? 2 പേര് വന്ന് റസൂലുള്ളാഹിയെ കൊണ്ടുപോവുകയാ. അങ്ങനെ 2 പേര് കൊണ്ടുപോയി. ആ 2 പേര് കൊണ്ടുപോയി ഒരു മുഖദ്ദസായ മണ്ണിലേക്ക് കൊണ്ടുപോവുകയാ. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൊണ്ടുപോയതാരെന്നറിയോ? ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മീകായിൽ. അങ്ങനെ കൊണ്ടുപോയി 2 പേരും ഈ പ്രവാചകനെ ഉറക്കത്തില്, കിനാവില്, സ്വപ്നത്തില് കൊണ്ടുപോയി അവരുടെ നാട്ടിലെത്തി. അവിടെ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുന്നു. അതിനടുത്ത് ആജാന ബാഹു
സാധുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തടിയുള്ള ഘനമുള്ള ഉയരമുള്ള ആ മനുഷ്യൻ ഇങ്ങനെ അടുത്ത് നിന്ന് കയ്യിലൊരു വലിയ പാറക്കല്ലുണ്ട്. ഒരു വലിയ പാറക്കല്ല് കയ്യിലിരിപ്പുണ്ട്. ആ പാറക്കല്ലെടുത്ത് മലന്ന് കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, മലന്ന് കിടക്കുന്ന മനുഷ്യന്റെ ിലേക്ക് വലിച്ചെറിയുകയാണ്. നിങ്ങൾക്കറിയണോ പെങ്ങളെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഏതെങ്കിലും വാറോലയിൽ വന്നതല്ല. ഹദീസിലൂടെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാൾ മലന്ന് കിടക്കുന്നു, അതിനടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലെടുത്ത് കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ എറിയുന്ന സമയത്ത് ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി പിളരുകയാ, തലച്ചോറ് ചീറ്റിത്തെറിക്കുകയാണ്. കല്ല് ദൂരേക്ക് തെറിച്ചു വീണു. ഈ നിൽക്കുന്ന മനുഷ്യൻ ഓടിച്ചെന്ന് കല്ലെടുക്കാൻ പോകുന്നു. തിരികെ വരുമ്പോഴേക്ക് കിടക്കുന്ന മനുഷ്യന്റെ തല പൂർവ്വസ്ഥിതിയാകുന്നു. വീണ്ടും എറിയുന്നു. അല്ലോ, ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി ചീറ്റിത്തെറിക്കപ്പെടുമ്പോ ആ മനുഷ്യനെ കല്ലെടുത്തുകൊണ്ട് വരുന്ന പൂർവ്വസ്ഥിതി എത്തുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, ജിബ്രീലേ, ഇതാരാ? ഇതാർക്കുള്ള ശിക്ഷയാണ്? ഇതാർക്കുള്ള ശിക്ഷയാണ്? ഇതാണ് വയല് കേൾക്കാമെന്നാലുള്ള കുഴപ്പം. ബക്കറ്റില് പൈസ ഇടുന്നതല്ല, പിരിവ് ചോദിക്കുമ്പോ കൊടുക്കുന്നതല്ല, 2 മണിക്കൂർ ഉറക്കം പോകുന്നതല്ല. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ, ഇനി പറയുന്നതാണ് പ്രശ്നം. ഏത്? ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, ഈ മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഫനാമൻഹു ബില്ലൈലി, രാത്രി അവനെ കിടന്നുറങ്ങി. വലം യഅമൽ ബിന്നഹാർ, നേരം വെളുത്താൽ അവനത് അമൽ ചെയ്യൂല. സഹോദരങ്ങളെ, പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു പണ്ഡിതന്റെ കഥയാണ്. പഠിച്ചത് അമൽ ചെയ്യാത്ത ഒരു മനുഷ്യന്റെ കഥയാ. പണ്ഡിതനാകണമെന്നില്ല. പലിശ ഹറാമാണെന്നറിയോ? ആ വിഷയത്തിൽ നീ പണ്ഡിതനാണ്. ആ വിഷയത്തിൽ നീ പണ്ഡിതനാണ്. ഇനി നീ ചെയ്താൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്. ലോക അവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ ഇതാണ്. നിന്റെ തലയില് പാറക്കല്ല് കൊണ്ടറിയുന്ന മലക്കുണ്ട്. ആ പാറക്കല്ല് ദുനിയാവിലെ പാറക്കല്ലാണെന്ന് കരുതി പോകല്ലേ സഹോദരങ്ങളെ. പരലോകത്ത് എല്ലാം വലിപ്പമാണ്. നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഒരു തോളിൽ നിന്നെടുത്ത തോളിലേക്കുള്ള ദൂരം തന്നെ പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്ന ദുനിയാവിൽ എന്റെ ഒരു ഷോൾഡറിൽ നിന്നെടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു അടിയല്ലേ ഉണ്ടാവും, ഒരു മുഴമല്ലേ ഉണ്ടാവുകയുള്ളൂ. കൂടിപ്പോയാൽ അല്ലെങ്കിൽ 1.5 അടി ഉണ്ടാകും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കും, 1/4 മീറ്റർ അല്ലേ ഉള്ളൂ. ഈ ഷോൾഡർ നടത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? ഞാൻ നരകത്തിൽ പോയാൽ പടച്ചോനെ കാക്കട്ടെ, നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഒരു ഷോൾഡറിൽ നിന്നെടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മസീറത്തു സലാസതി അയ്യാം ലിറാകിബിൽ മുസ്രിഈൻ ബി മുഹമ്മദ് മുസ്തഫ. അതിവേഗം ഓടി പോകുന്നവൻ 3 ദിവസം ഓടിയാൽ എവിടെ എത്തുമോ അത്രയും ദൂരമാണെന്ന് മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് 2018 ജനുവരി മാസം 12-ാം തീയതി രാത്രി 11:10 സഹോദരങ്ങളെ, ഇവിടെ നിന്ന് ഒരാൾ ഇപ്പൊ ഓടുന്നു. അയാൾ ഇടയ്ക്കൊന്ന് വിശ്രമിക്കരുത്, അയാൾ ഇടയ്ക്കൊന്ന് നിൽക്കരുത്. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി ഓടുന്നയാള് 3 ദിവസം കഴിഞ്ഞു. നടന്നാ പോരാ, മുട്ടിന് സുഖമില്ലാത്തവർ ഓടിയാ പോരാ, നന്നായിട്ട് ഓടുന്ന ഒരാള് ഇവിടെ നിന്ന് ഓടണം 3 ദിവസം. ശനി, ഞായർ, തിങ്കളാഴ്ച രാത്രി 11:10 എവിടെ എത്തും? എവിടെ എത്തിച്ചേരും? അത്രയും ദൂരമുണ്ട്. 2 ഷോൾഡർ തമ്മിലുള്ള ദൂരം. നരകത്തിൽ കിടക്കുന്നവൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനിരകൾ നമുക്ക് അള്ളാഹു തന്നു. മനോഹരമായ പല്ലുകൾ. ഒരു പല്ലിന്റെ വലിപ്പം നരകത്തിൽ പോയാൽ ഉഹദ് മലയുടെ വലിപ്പമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു പല്ലിന് ഉഹദ് മലയുടെ വലിപ്പം. അപ്പൊ 32 പല്ലും കൂടെ വായി കയറുമ്പോ ആ വായിക്ക് എത്ര വലിപ്പം ഉണ്ടാവും? ആ വായിരിക്കുന്ന തലയ്ക്ക് എത്ര വലിപ്പം ഉണ്ടാവും?
ആ തലയുള്ള ഉടലിന്റെ വലിപ്പം എത്രയാണ് ആലോചിച്ച് നോക്കിയേ. നാവിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1.5 മൈൽ, ഒരു ഫർസഖ് ഉണ്ടെന്നാണ്. ഒരു ഫർസഖ് എന്ന് പറഞ്ഞാൽ 3 മൈൽ. ഒരു ഫർസഖ് മനസ്സിലാകുന്നുണ്ടോ? 3 മൈൽ. ഒരു മൈല് മറ്റേ ആട് മൈലോട്ടകോ അല്ല, മൈൽ. ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ 3-ാം കുറ്റി, 4-ാം കുറ്റി, 2-ാം കുറ്റി. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്റർ ഒരു മൈല്. അപ്പൊ ഒരു ഫർസഖ് 3 മൈല്. ഒരു മൈൽ 1.5 കിലോമീറ്റർ. അപ്പൊ ഒരു ഫർസഖ് എത്ര കിലോമീറ്ററാ? എത്ര? 4.5 കിലോമീറ്റർ. മുകള് വിളയുന്ന 4.5 കിലോമീറ്റർ പോകുമ്പോ എവിടെയാണ് എത്തുന്നത് പറയും? സുമാർ 4.5 കിലോമീറ്റർ ആകുമ്പോ എവിടെ എത്തും? മുകള് വിളയ 4.5 കിലോമീറ്റർ അപ്പുറം പറയും എവിടെ? ഇങ്ങോട്ട് പറയും, കൊല്ലത്തോട്ട്, കൊട്ടരക്കരോട്ട് വിട്, 3-ാം കുറ്റി അല്ലേ? അപ്പോ ഇവിടെ നിൽക്കുന്നൊരു നരകാവകാശം നാക്ക് പുറത്തേക്ക് ഇട്ടാൽ 3-ാം കുറ്റി വരെ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നരകത്തിലുള്ള കല്ലിന്റെ വലിപ്പം എത്രയായിരിക്കും? സൂര്യനെയും ചന്ദ്രനെയും എടുത്തൊരു കുഴിക്കകത്തിട്ടാൽ 2 കാളക്കുട്ടി കിടക്കും പോലെയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഒരു ശബ്ദം കേട്ടു. നബിതങ്ങളെ സഹാബത്തിനോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എല്ലാവരും നിശബ്ദരായി. നബി ചോദിച്ചു, എന്താണെന്നറിയോന്ന് ചോദിച്ചു. ഇല്ല. ഇത് അള്ളാഹു നരകത്തിലൊരു കല്ലെടുത്തെറിഞ്ഞു 70 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ അടിത്തട്ടിലെത്തിയുള്ളൂ. 70 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എടുത്തെറിഞ്ഞ ഒരു കല്ല് ഇപ്പോഴാണ് അതിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് നന്നാവാനുള്ള ഭാഗ്യം തരട്ടെ. ശൈഖ് ജീലാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ ഇവിടെ ആ പേരിൽ അള്ളാഹുവോട് അടുത്തത് കൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, ഇങ്ങനെ ദുനിയാവിനോട്, സമ്പത്തിനോട്, ശരീരയിച്ഛയോട് പടപൊരുതാൻ കഴിയാത്ത തന്നിഷ്ടക്കാരനുണ്ടല്ലോ. അള്ളാഹു പറയുന്നു, മസലുഹു കമസലിൽ കൽബ്. അവനും നായയെ പോലെയാണ്, അവന് പട്ടിയെ പോലെയാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തിനാ സഹോദരങ്ങളെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടാക്കിയില്ലേ? ആരായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി എന്നറിയോ? ദാർശനികനായ ഡയോജനിസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അയാൾ പറഞ്ഞു, എനിക്ക് ഏറൻ കീഴടക്കണം, അത് കഴിഞ്ഞിട്ടോ പേർഷ്യ കീഴടക്കണം, അത് കഴിഞ്ഞിട്ടോ ഈജിപ്ത് കീഴടക്കണം, അത് കഴിഞ്ഞിട്ടോ ലോകത്തിന്റെ ഓരോ രാജ്യങ്ങൾ കീഴടക്കണം. എന്നിട്ട് അവസാനം നിങ്ങൾ എന്തു ചെയ്യും? ദാർശനികനായ ഡയോജനിസ് ചോദിച്ചു അലക്സാണ്ടർ ചക്രവർത്തിയോട്. അയാൾ പറഞ്ഞു, എല്ലാ കീഴടക്കിയിട്ട് എനിക്ക് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങണം, ഒന്ന് വിശ്രമിക്കണം. ഡയോജനിസ് ചോദിച്ചു, വിശ്രമിക്കാനാണോ ഉറങ്ങാനാണോ ഇത്രയും വെട്ടി കീഴ്പ്പെടുത്തുന്നത്? ഇത്രയും ആളുകളെ കൊല ചെയ്യുന്നത് ഇതിനാണോ? അത് പാടില്ല എന്ന് ഡയോജനിസ് പറഞ്ഞു കൊടുക്കുകയാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ, ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ആഹാരം കിട്ടും, ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ആഹാരം ഉറപ്പാണ്. ഇനി ആഹാരം കിട്ടാതെ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് മണ്ണുറപ്പാണ്, എനിക്ക് മണ്ണുറപ്പാണ്. ജീവിച്ചിരുന്നാല് ഭക്ഷണവും മരിച്ചു പോയാലും മണ്ണും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് സമാധാനമാണ്, ജീവിതം രാജകീയമാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാ ഞാനും നിങ്ങളും ഒരുപാട് സമ്പാദിക്കുന്നത്? വേണ്ട, എല്ലാം ഇട്ടെറിഞ്ഞ് പോകാനുള്ളതല്ലേ. ദുനിയാവ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഈ ദുനിയാവിന് എന്ത് വിലയാവുള്ളത്? ഇന്നിപ്പോ 1 സെന്റിന് മുകൾ വിളയിൽ ഏറ്റവും കൂടുതൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്റെ ചിന്ത ശരിയാണെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം കൊടുക്കാതെ 1 സെന്റ് കിട്ടില്ല. കിട്ടോ? എത്ര രൂപ കിട്ടും? എന്നാ എനിക്ക് 10 സെന്റ് വേണം. 3 ലക്ഷം രൂപ കുറഞ്ഞ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കുറഞ്ഞ 1 സെന്റ് ഇവിടെ നിന്ന് കിട്ടില്ല. ഈ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് ഞാനും നിങ്ങളും സമ്പത്ത് സ്വരൂപിക്കുമ്പോ അല്ലാഹ് ഇതിന് ഒരു വിലയും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹു ദുനിയാവ് ഈച്ചയുടെ ചിറകിന്റെ വലിപ്പം എങ്ങാനും വിലയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ മാസകാ കാഫിർ മിൻഹാ ശർബാ. അല്ലാഹുവിനെ അനുസരിക്കാത്ത ധിക്കാരികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലായിരുന്നു അല്ലാഹ്. ഇവിടെ പാവപ്പെട്ട വെറുമയിലെ പൊന്നുമക്കളെ കശാപ്പ്
സാബ് നടത്തിയ ആങ് സാൻ സൂചി എന്ന് പറയുന്ന സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ വനിതയുണ്ടല്ലോ, ആ സ്ത്രീ ഉണ്ടല്ലോ, അവിടുത്തെ ബുദ്ധ ഭീകരവാദികൾ കൊന്നൊടുക്കിയ പാവപ്പെട്ട ബർമയിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങള്, ആ പൊന്നുമക്കൾ ഒരു നേരത്തെ വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോൾ അവരെ ചുടുന്ന കോഴിയെ ചുടുന്നത് പോലെ, ഷവായി പോലെ, പ്രിയപ്പെട്ടവരെ അൽഫഹം പോലെ ആ പൊന്നുമക്കളെ ഇരുമ്പ് കമ്പിയിൽ കുട്ടി നിർത്തിയിട്ട് അവരെ തീയിട്ട് കൊന്നില്ലേ? അവരെ ശരീരത്തിൽ സഹോദരങ്ങളെ ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചില്ലേ? വിദ്യുച്ഛക്തിയുടെ പ്രവാഹം കൊണ്ട് ആ പൊന്നുമക്കൾ പൊട്ടിത്തെറിച്ചു പോയില്ലേ? ആ പറയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ പ്രത്യേക നോബൽ സമ്മാനം നേടിയെന്ന് പറയുന്ന ആ വനിതയും ആ വനിതയോടൊപ്പം ചേർന്നുകൊണ്ട് പാവപ്പെട്ട റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ അവിടത്തെ ആളുകൾക്കും അല്ല വെള്ളം കൊടുക്കുന്നില്ലേ? അല്പം കൂടി ഒന്ന് കടന്നു പറഞ്ഞ ഇസ്രയേൽ ജൂദായിസമാണ്. ആ ജൂതന്മാര് കൊന്നൊടുക്കുന്ന ഫലസ്തീന്റെ പൊന്നുമക്കൾക്ക് അല്ലാഹുവേ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ആ പാവപ്പെട്ട സഹോദരങ്ങൾ പൊന്നുമക്കൾ വിഷം നൊട്ടിയ വയറുമായി നടക്കുമ്പോ അവരുടെ മുന്നിലേക്ക് ഓടിക്കൊണ്ടുവന്ന് ഓടി വന്ന് തോക്ക് ചൂണ്ടുമ്പോ കരിങ്കല്ലെടുത്ത് ആ കരിങ്കല്ല് കൊണ്ട് ചരൽ കല്ല് കൊണ്ട് നേരിടുന്ന പാവപ്പെട്ട ഫലസ്തീന്റെ പൊന്നുമക്കൾ വെള്ളം കിട്ടാതെ മരിക്കുമ്പോ അവിടുത്തെ ജൂതന്മാർക്ക് അല്ലാഹു എല്ലാ സംവിധാനങ്ങളും കൊടുത്തില്ലേ? രാജസ്ഥാനിലെ പാവപ്പെട്ട സഹോദരൻ, ആ അഫ്രാസ് എന്ന് പറയുന്ന സഹോദരനെ മൺവെട്ടി കൊണ്ട് പിക്കാസ് കൊണ്ട് ശരീരത്തിൽ വെട്ടി മലർത്തിക്കിടത്തിയിട്ട് തലയിൽ വെട്ടുകത്തി കൊണ്ടും മൺവെട്ടി കൊണ്ടും വെട്ടിയിട്ട് അവസാന കലിയടങ്ങാതെ വന്നപ്പോ ഒരു ജീവച്ഛവമായി കിടക്കുന്ന പാവപ്പെട്ട ഒരു സഹോദരൻ, ആ സഹോദരന്റെ പുറത്തേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുത്ത് തീപ്പെട്ടി ഉരച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ വെന്ത് ആ സഹോദരൻ അഗ്നിജ്വാലയായി പച്ച ജീവനെ പച്ചക്ക് കത്തിച്ച ഇവിടെ സവർണ തമ്പുരാക്കന്മാർക്ക് അല്ലാഹു പച്ചവെള്ളം കൊടുക്കുന്നില്ലേ? അവർക്ക് അധികാരം കൊടുക്കുന്നില്ലേ? അല്ലാഹു എല്ലാം അവർക്ക് തുറന്നു കൊടുക്കുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ദുനിയാവിന് അല്ലാഹു ഈച്ചയുടെ വലിപ്പത്തിന്റെ, ഈച്ചയുടെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹനെ ധിക്കരിക്കുന്നവന് ഒരു തുള്ളി വെള്ളം അല്ല കൊടുക്കില്ലായിരുന്നു. ഇവിടെ കള്ളു കുടിക്കുന്നവനല്ല വെള്ളം കൊടുക്കുന്നില്ലേ? അത് കല്ലിലൊഴിക്കാൻ വെള്ളമല്ല കൊടുക്കുന്നില്ലേ? അപ്പോഴാണ് നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ പാവങ്ങൾ താമസിക്കുന്ന നാടുകളുണ്ട്. ഞങ്ങൾ നോമ്പ് പിടിച്ചത് അല്ലാഹ്ക്കാണ്. ആ പടച്ചവന് നോമ്പ് പിടിച്ചിട്ട് ഒരു തുള്ളി വെള്ളം തൊണ്ടക്കുടിയിലേക്ക് വിട്ട് നോമ്പൊന്ന് തുറക്കാൻ ഞങ്ങൾക്ക് പച്ചവെള്ളമില്ല. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ടിവിയിലെ റമളാന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സൗദി മുഫ്തി, ഒരു പണ്ഡിതൻ, ഒരു ഷെയ്ഖ്, അദ്ദേഹത്തോട് സോമാലിയയിലെ പാവപ്പെട്ട ഒരു ഗ്രാമീണനായ കറുത്ത പേക്കോലം വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ ഷെയ്ഖേ, നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, അത്താഴം കുടിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളുടെ നോമ്പ് അല്ലാഹ് സ്വീകരിക്കുമോ? അത് ചോദിച്ചപ്പോൾ സൗദി മുഫ്തി കണ്ണട ഊരിയില്ലേ, കണ്ണ് നിറഞ്ഞിട്ട് കണ്ണു തുടച്ചില്ലേ? സഹോദരങ്ങളെ, അങ്ങനെ നോമ്പ് തുറക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത, വേണ്ട ഒരു തുള്ളി വെള്ളം കിട്ടാൻ പാവപ്പെട്ടവര് താമസിക്കുമ്പോൾ, എടോ നിനക്ക് അല്ലാഹു കള്ളിലൊഴിക്കാൻ വെള്ളം തന്നില്ലേടാ? നിനക്ക് അല്ലാഹു തന്നില്ലേ? സഹോദരങ്ങളെ, അതാണ് ദുനിയാവിന് ഒരു വിലയുമില്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവന് ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവ് നിസ്സാരമാണ്, അതിനെ ഇഷ്ടപ്പെടുന്നവൻ നിസ്സാരനുമാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരീര ഇച്ഛയുടെ പിന്നാലെ പോകുന്നവൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവനാരാണ്? നായയെ പോലെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് രണ്ടും പഠിച്ച്, ഇത് രണ്ടും കേട്ട് നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞാൽ നമ്മൾ നായയെ പോലെയാണെന്നും അശ്രദ്ധയോടെ ജീവിക്കുന്നവൻ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടും ഇനിയും ഞാൻ പഴയതുപോലെ ജീവിക്കൂ എന്ന് പറയുന്ന ആളുകളെ പറ്റിയാണ് മൂന്നാമത് അല്ലാഹു പറഞ്ഞത്, ഒരു മൃഗത്തോട് ഉപമിച്ചുകൊണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മാറാൻ കഴിയണം എന്റെ സഹോദരങ്ങളെ. ഇനിയിപ്പോ ലോകം അവസാനിക്കാൻ എന്താ ഉള്ളത്? വലിയ വലിയ അടയാളം, ദജ്ജാല് വരണം, യജൂജ് മൗജൂജ് വരണം, ദാബത്തുൽ അർള് വരണം, ഈസാ നബി വരണം, മഹദി ഇമാം വരണം, സൂര്യൻ പടിഞ്ഞാറുദിക്കണം. ഇങ്ങനെയുള്ള വളരെ വിരളമായ വലിയ വലിയ അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞു.
ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരുപാട് നാളൊന്നും ജീവിക്കാമെന്ന മോഹമൊന്നും വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്രയും നാള് സംഭവിച്ചതൊക്കെ മല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നന്നാകാം, നമുക്ക് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാം. ഷെയ്ഖ് ജീലാനി തങ്ങളെ പോലുള്ളവരുടെ സ്മരണ അയവിറക്കുമ്പോ ആടും കോഴിയും വെച്ച് ചോറും വെച്ച് തിന്നിട്ട് ഇപ്പോഴത്തെ നല്ല റിസൾട്ടായിരുന്നു, കാരണം ആടിന്റെ എണ്ണം കൂടുതലായിരുന്നു, അരിയുടെ ചാക്കിന്റെ എണ്ണം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞ് ഇപ്പോഴത്തെ മുഹീദ്ദീൻ ചെയ്യേണ്ട ആണ്ടാണ് ആണ്ട് എന്ന് പറഞ്ഞിട്ട് പോയാൽ പോരാ. അവരെ പോലെ ജീവിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പഠിച്ചത് നമ്മൾ അമല് ചെയ്യുക, പഠിച്ചത് നമ്മൾ അമല് ചെയ്യുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ അമല് ചെയ്ത് അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കലല്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കലല്ല, അത് നമ്മൾ മനനം ചെയ്തിട്ട് നമ്മൾ മനനം ചെയ്തത് പ്രവർത്തിക്കലാണ്. ഗസാലി ഇമാം പഠിക്കാൻ പോയ സമയത്താണ് എത്രയോ വർഷം ദർസിന്ന് പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോ കാട്ടിൽ വെച്ച് കൊള്ളക്കാരൻ പിടിച്ചു. ഗസാലി ഇമാമിന്റെ കയ്യിലിരുന്ന 2-3 വലിയ ഷീറ്റ് പേപ്പർ പിടിച്ചു വാങ്ങി കൊള്ളക്കാരൻ. തുണിയും കുറച്ച് പൈസയൊക്കെ പിടിച്ചു വാങ്ങി. ഗസാലി ഇമാം അന്ന് ചെറിയ കുഞ്ഞാ. ഗസാലി ഇമാം പറഞ്ഞു, നിങ്ങൾ തുണിയും പൈസയൊക്കെ എടുത്തോ, എന്തു വേണം എടുത്തോ, ആ പേപ്പറിന് തന്നേക്കണം. എന്താന്ന് ചോദിച്ചു. ഞാൻ 2-3 കൊല്ലം പോയി പഠിച്ചത് എത്രയാ അതിനകത്താ ഉള്ളത്, ഞാൻ പഠിച്ചത് മുഴുവൻ അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. കൊള്ളക്കാരൻ ചിരിച്ചിട്ട് ചോദിച്ചു, ഞാനിതങ്ങ് കീറി കഴിഞ്ഞാൽ നിന്റെ 3 കൊല്ലം പോയില്ലേ, ഞാനിതങ്ങ് നശിപ്പിച്ച നിന്റെ 3 കൊല്ലം പോയില്ലേ, ഇതൊന്നും മനപ്പാടാക്കിക്കൂടെ? ഒരു കൊള്ളക്കാരൻ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നത് മനപ്പാടാക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഗസാലി ഇമാം പിന്നെ ഒരക്ഷരം എഴുതി വെച്ചിട്ടില്ല, അദ്ദേഹം മുഴുവനും മനനം ചെയ്തു. ആ മനനം ചെയ്തത് മുഴുവനും അദ്ദേഹം പ്രവർത്തിച്ചു. അതാണ് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറഞ്ഞതും കേട്ടതും ഒക്കെ മൊബൈൽ റെക്കോർഡ് ചെയ്യലല്ല, CD ഇട്ട് കേൾക്കലല്ല, അഭിപ്രായങ്ങൾ യൂട്യൂബിലൂടെ കാണലല്ല, മറിച്ച് അതൊന്ന് അമല് ചെയ്യലാണ്. ഇല്ല എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മസലുല്ലദീന ഹുമ്മിലു തൗറാ ثم لم يحملوها كمثل الحمار يحمل أسفارا. അല്ലാഹു പറയുകയാണ്, മസലുല്ലദീന ഹുമ്മിലു തൗറാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സഹോദരങ്ങളെ, ജുമുഅ എന്ന് പറയുന്ന സൂറത്തിലൂടെ, അധ്യായത്തിലൂടെ അല്ലാഹു പറയുകയാ, പഠിച്ചു വെച്ച് അമൽ ചെയ്യാത്തവനെ അവൻ ഏതുപോലെ എന്നറിയോ? കമസലിൽ ഹിമാർ, അവന് കഴുതയെ പോലെയാണ്, കഴുതയെ പോലെയാണ്. ഏത് കഴുത? യഹ്മിലു അസ്ഫാറാ, ആ കഴുത ഏടുകൾ ചുമന്നു കൊണ്ടുപോവുകയാ. ഈ സരസിന്റെ മുന്നിൽ നിങ്ങൾ ഒരു കഴുതയെ കൊണ്ടുപോവാം. ആ കഴുതയുടെ പുറത്ത് തഫ്സീറുകളായ തഫ്സീറുകൾ മുഴുവനും അടുക്കി വെക്കി. തഫ്സീറുൽ അലീം, റാസി ഇമാമിന്റെ തഫ്സീർ, തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ സാവി, തഫ്സീർ ഖാസിൻ, തഫ്സീർ, അങ്ങനെയുള്ള എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളും എടുത്തൊന്ന് അടുക്കി വെക്ക്. എന്നിട്ട് സിഹാഹു സുത്തയുടെ മുഴുവൻ ഹദീസ് നിങ്ങൾ എടുത്തതിന്റെ മുകളിൽ വെക്ക്. തുർമുദി പോലെ, അബൂദാവൂദ് പോലെ, നസായി പോലെ, ഇബ്നു മാജ പോലെ, ബുഖാരി പോലെ, മുസ്ലിം പോലെ മുഴുവൻ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും എടുത്തതിന്റെ പുറത്തു വെക്ക്. അഖീദയുടെ മുഴുവൻ ഗ്രന്ഥങ്ങളും വെക്ക്. എല്ലാ ഗ്രന്ഥങ്ങളും, ഫിഖ്ഹിന്റെ, കർമ്മശാസ്ത്രത്തിന്റെ, അഖ്ലാഖിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങൾ അതിന്റെ പുറത്ത് കെട്ടിവെക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് നടത്ത് ആ കഴുതയെ മുകളുള്ള പള്ളിയുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് കഴുതയോട് ചോദിക്ക്, ഇതിനകത്തുള്ളത് എന്താണ്? കഴുതയ്ക്കറിയില്ലല്ലോ. കഴുതയുടെ പുറത്തിരിക്കുന്ന ബുഖാരിയാണെന്ന് കഴുതയ്ക്കറിയില്ല, കഴുതയ്ക്കറിയില്ല മുസ്ലിമാണ് പുറത്തിരിക്കുന്നതെന്ന്. സഹോദരങ്ങളെ, നമ്മുടെ വീട്ടില് ഖുർആനുണ്ട്, നമ്മുടെ കയ്യിലെ മൊബൈലിനകത്ത് പ്രസംഗമുണ്ട്, നമ്മുടെ വീട്ടിലാണെങ്കിലോ പഠിക്കുന്ന മക്കളുണ്ട്, എല്ലാവരുടെ വീട്ടിലും CD ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും യൂട്യൂബ് ഉണ്ട്. മോഡിയുടെ സിം കിട്ടിയപ്പോൾ ഇപ്പൊ ഫ്രീ ആണല്ലോ. അങ്ങനെ എല്ലാം ഇട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അമലില്ല. പറയുന്നവൻ ചെയ്യുന്നില്ല, പറയിപ്പിച്ചവൻ ചെയ്യുന്നില്ല, കേട്ടവൻ ചെയ്യുന്നില്ല. സഹോദരങ്ങളെ, വഴലുകൾ ഇന്ന് അങ്ങനെ ഒരവസ്ഥയിലാണോ എന്ന് ശങ്കിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു സഹോദരങ്ങളെ, ഏട് ചുമക്കുന്ന കഴുതയെ പോലെയെന്ന് അള്ളാഹു പറയുകയാ. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ വിശുദ്ധമായ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു ജനത ഇനി വരാനുണ്ട്. സഹാബത്തിനോട് പ്രസംഗിക്കുകയാ, ഒരു ജനത ഇനി വരാനുണ്ട്. ആ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്?
ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. ഒരു ജനത വരാനുണ്ട്. ആ ജനതയുടെ പ്രത്യേകത എന്തെന്നറിയോ? സഹാബത്തിനോട് റസൂല് പറയുകയാണ്. അബൂ സഈദുൽ ഖുദരി തങ്ങളെ തൊട്ട് റിപ്പോർട്ടുള്ള ഹദീസാണ്. നബി പറയുന്നു, സഹാബ അവരുടെ നിസ്കാരവുമായി തട്ടിച്ച് നോക്കുമ്പോ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. ആരോടാണ് പറയുന്നത്? സഹാബത്തിനോട് പറയുന്നു. ഈ സഹാബത്തിനോ ഈ നിങ്ങളുടെ നിസ്കാരം ശേഷം വരുന്ന ഒരു ജനതയുടെ നിസ്കാരവുമായി തട്ടിച്ച് നോക്കുമ്പോ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പ് പോലെ നിങ്ങളുടെ നോമ്പ് ഒന്നുമല്ല. അവരുടെ ദാനധർമ്മങ്ങളോട് തട്ടിച്ച് നോക്കുമ്പോ, തുലനം ചെയ്യുമ്പോ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ഒന്നുമല്ല. ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, സഹാബ യഖ്റഊനൽ ഖുർആൻ, അവര് മനോഹരമായ ഖുർആൻ ഓതും, പക്ഷേ ലാ യുജാബിസു ഹനാജിറഹു, അവരുടെ തൊണ്ടക്കുഴിക്ക് താഴോട്ട് അത് ഇറങ്ങുകയില്ല. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയാ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു പോകും പോലെ ഇവര് ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നിസ്കാരം സഹാബത്തിന്റെ നിസ്കാരത്തെക്കാളും വലിയ നിസ്കാരം, നോമ്പ് അതിനേക്കാളും വലിയ നോമ്പ്, ദാനധർമ്മങ്ങൾ അതിനേക്കാളും വലിയ ദാനധർമ്മം. നമ്മളൊക്കെ നല്ല രീതിയിൽ ഖുർആൻ ഓതും, യഖ്റഊനൽ ഖുർആൻ, പക്ഷേ തൊണ്ടയ്ക്ക് താഴോട്ടൊന്നും ഇറങ്ങൂല. നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോകും. ഏതുപോലെ? ഇവിടെ നിന്നുകൊണ്ടൊരു മൃഗത്തെ കാണുമ്പോൾ, ഒരു മാൻപേടയെ കണ്ടു, ഇവിടെ നിന്നുകൊണ്ട് അമ്പ് ചെയ്ത് വിട്ടു. ഈ അമ്പ് നേരെ മൃഗത്തിൽ ചെന്ന് തറച്ച് ശരീരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് തെറിച്ചു പോയി. ആ മൃഗം വീണ് ചത്തു. ആ അമ്പെടുത്ത് നോക്കിയാൽ അമ്പിൽ ഒരു തുള്ളി രക്തം കാണൂല. എന്നതുപോലെ നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ദീനിന്റെ ഒരു അടയാളം നമ്മളിൽ ഉണ്ടാവൂല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, ദാനധർമ്മങ്ങൾ ഉണ്ടാവും, പക്ഷെ അവൻ യഥാർത്ഥം മുഅ്മിനാവൂല. മദീനത്തുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നൊരു സഹാബി പറയുകയാണ്, നബിയേ, ഇവിടെ ഒരു പെണ്ണുണ്ട്, ഇവിടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? തഖൂമുൽ ലൈല, അവള് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ്. ഈ പറയുന്ന പെണ്ണ് ഈ മുകുളവിളയിലില്ല, മാമൂട്ടിലില്ല, ചമ്മനത്തോപ്പിലില്ല, കൊല്ലത്തില്ല, കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ഏഷ്യയിലില്ല, ലോകത്തുണ്ടാവൂല. പ്രിയപ്പെട്ടവരെ, മദീനത്തുൻ നബവിയിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് തഖൂമുൽ ലൈല, രാത്രി ഒരു പോളൊക്കെ നടക്കൂല, മുഴുവൻ നിസ്കാരമാണ്. പകല് ഒരു തുള്ളി വെള്ളം കുടിക്കൂല, എന്നും നോമ്പാണ്. എന്തൊരു പെണ്ണാണ്! അവരുടെ കാതിലും കഴുത്തിലും കയ്യിലും വിരലിലുമുള്ളതല്ല, അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുക്കുന്നവളാ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു തിങ്കളോ വേടനോ പിടിക്കുന്ന നോമ്പിന്റെ കഥയല്ല. 27 പ്രതീക്ഷിച്ചുകൊണ്ട് രാവിന്റെ എന്ന് നിസ്കരിക്കുന്ന ലൈലത്തുൽ ഇഅ്തികാഫിന്റെയോ ഖിയാമുൽ ലൈലിന്റെ കഥയല്ല പറയുന്നത്. രാത്രി ഫുൾ ടൈം നിസ്കാരം, പകല് ഫുൾ ടൈം, പകൽ എല്ലാ ദിവസവും നോമ്പ്, തസബക്ക കൊടുക്കുന്ന പെണ്ണാണ്. നബിതങ്ങൾ സന്തോഷിച്ചു. ആ കൂട്ടത്തില് സഹാബി പറഞ്ഞു, നബിയേ, അവൾക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താ? തുദീ ജീറാനഹാ ബിലിസാനിഹാ, പക്ഷെ നാക്ക് കൊണ്ട് അപ്പുറത്തെ അയൽക്കാരി ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്. ഇബാദത്തുകൾക്ക് ഒരു കുറവുമില്ല, പക്ഷേ നോമ്പ് പിടിച്ചിരിക്കും, രാത്രി നിസ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ അപ്പുറത്തെ താത്തായ ജനലിന്റെ ഭാഗത്ത് കണ്ടാ പിന്നെ പ്രശ്നം കോട്ടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. നബിയെ, ഈ പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താ പറഞ്ഞതെന്നറിയോ? നിസ്കാരം ഇല്ലാത്തോണ്ടാണോ? നോമ്പില്ലാത്തോണ്ടാണോ? ധർമ്മം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. ഈ പെണ്ണിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, ഒരു നന്മയും അവളിലില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവളും നരകത്തിന്റെ ഭീകരമായ കുണ്ടിൽ ആപതിച്ചു പോകുന്ന പെണ്ണാണ്. എന്റെ മുകളുവിളയിലെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിസ്കാരത്തിന് കുറവുണ്ടോ? നോമ്പിന് കുറവുണ്ടോ?
എന്തിനെങ്കിലും കുറവുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കൂല, അതൊരു കുറവ് തന്നെയാണ്. സ്നേഹിക്കേണ്ടവരെ നമ്മൾ സ്നേഹിക്കൂല. കുഞ്ഞുങ്ങളോട് കരുണയില്ല, അലിവില്ല, ദയയില്ല, അനുകമ്പയില്ല, കാരുണ്യമില്ല, ഔദാര്യമില്ല, കടാക്ഷമില്ല. സഹോദരങ്ങളെ, വലിയവരോട് നമുക്ക് ബഹുമാനമില്ല, അളമത്തില്ല, ഉന്നതിയില്ല. അവരെ ബഹുമാനിക്കൂല, അവരെ കണ്ടാ നമ്മൾ എഴുന്നേക്കൂല. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവൻ, വലിയവനോട് ബഹുമാനം കാണിക്കാത്തവന് ലൈസ മിന്നാ, എന്റെ സൊസൈറ്റിയിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പഠിച്ചത് നമ്മൾ പ്രവർത്തിക്കണം. അയൽക്കാരനോട് കടമകളുണ്ട്. അവൻ ഏത് മതക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, അയൽക്കാരനോടുള്ള കടമകൾ റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറഞ്ഞ് നബിതങ്ങൾ അവസാനം പേടിച്ചു പോയി. താൻ മരണപ്പെട്ടാൽ തന്റെ അനന്തരം മക്കൾക്ക് കൊടുക്കും പോലെ അയൽക്കാരനും കൊടുക്കേണ്ടി വരുമോന്ന് പേടിച്ചു പോയി. അത്രത്തോളം അയൽക്കാരനോടുള്ള മഹത്വം, അവരോട് ബഹുമാനിക്കേണ്ടതിനെ പറ്റി പറഞ്ഞു കൊടുത്തു. നമ്മളാണെങ്കിലോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു കണ്ട് രാത്രിയാണ് വഴല് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം കാണുകയാണ്, അതുകൂടെ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വപ്നം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നം കണ്ടു. എന്താ? രണ്ടുപേര് വന്ന് റസൂലുള്ളാഹിയെ കൊണ്ടുപോവുകയാ. അങ്ങനെ രണ്ടുപേര് കൊണ്ടുപോയി. ആ രണ്ടുപേര് കൊണ്ടുപോയി ഒരു മുഖദ്ദസായ മണ്ണിലേക്ക് കൊണ്ടുപോവുകയാ. ഉറങ്ങിക്കിടക്കുന്ന പ്രവാചകനെ കൊണ്ടുപോയതാരെന്നറിയോ? ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മീകായിൽ. അങ്ങനെ കൊണ്ടുപോയി രണ്ടുപേരും ഈ പ്രവാചകനെ ഉറക്കത്തിൽ, കിനാവില്, സ്വപ്നത്തില് കൊണ്ടുപോയി അവരുടെ നാട്ടിലെത്തി. അവിടെ ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുന്നു. അതിനടുത്ത് ആജാന ബാഹുവായ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല തടിയുള്ള, ഘനമുള്ള, ഉയരമുള്ള ആ മനുഷ്യൻ ഇങ്ങനെ അടുത്ത് നിന്ന് കയ്യിലൊരു വലിയ പാറക്കല്ലുണ്ട്. ഒരു വലിയ പാറക്കല്ല് കയ്യിലിരിപ്പുണ്ട്. ആ പാറക്കല്ലെടുത്ത് മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് വലിച്ചെറിയുകയാണ്. നിങ്ങൾക്കറിയണോ പെങ്ങളെ, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഏതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഏതെങ്കിലും വാറോലയിൽ വന്നതല്ല. ഹദീസിലൂടെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാൾ മലർന്നു കിടക്കുന്നു. അതിനടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലെടുത്ത് കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ എറിയുന്ന സമയത്ത് ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി പിളരുകയാ. തലച്ചോറ് ചീറ്റിത്തെറിക്കുകയാണ്. കല്ല് ദൂരേക്ക് തെറിച്ചു വീണു. ഈ നിൽക്കുന്ന മനുഷ്യൻ ഓടിച്ചെന്ന് കല്ലെടുക്കാൻ പോകുന്നു. തിരികെ വരുമ്പോഴേക്ക് കിടക്കുന്ന മനുഷ്യന്റെ തല പൂർവ്വസ്ഥിതിയാകുന്നു. വീണ്ടും എറിയുന്നു. അല്ലോ, ആ മനുഷ്യന്റെ തലച്ചോറ് പൊട്ടി ചീറ്റിത്തെറിക്കപ്പെടുമ്പോ ആ മനുഷ്യനെ കല്ലെടുത്തുകൊണ്ട് വരുന്ന പൂർവ്വസ്ഥിതി എത്തുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, ജിബ്രീലേ, ഇതാർക്കുള്ള ശിക്ഷയാണ്? ഇതാർക്കുള്ള ശിക്ഷയാണ്? ഇതാണ് വഴല് കേൾക്കാമെന്നാലുള്ള കുഴപ്പം. ബക്കറ്റില് പൈസ ഇടുന്നതല്ല, പിരിവ് ചോദിക്കുമ്പോ കൊടുക്കുന്നതല്ല, 2 മണിക്കൂർ ഉറക്കം പോകുന്നതല്ല. പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ ഇനി പറയുന്നതാണ് പ്രശ്നം. ഏത്? ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. ഈ മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ഫനാമൻഹു ബില്ലൈലി, രാത്രി അവനെ കിടന്നുറങ്ങി. വലം യഅമൽ ബിന്നഹാർ, നേരം വെളുത്താൽ അവനത് അമൽ ചെയ്യൂല. സഹോദരങ്ങളെ, പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു പണ്ഡിതന്റെ കഥയാണ്. പഠിച്ചത് അമൽ ചെയ്യാത്ത ഒരു മനുഷ്യന്റെ കഥയാ. പണ്ഡിതനാകണമെന്നില്ല. പലിശ ഹറാമാണെന്നറിയോ? ആ വിഷയത്തിൽ നീ പണ്ഡിതനാണ്.
ആ വിഷയത്തിൽ നീ പണ്ഡിതനാണ്. ഇനി നീ ചെയ്താൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്. ലോക അവസാനം വരെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ ഇതാണ്. നിന്റെ തലയില് പാറക്കല്ല് കൊണ്ടറിയുന്ന മലക്കുണ്ട്. ആ പാറക്കല്ല് ദുനിയാവിലെ പാറക്കല്ലാണെന്ന് കരുതി പോകല്ലേ സഹോദരങ്ങളെ. പരലോകത്ത് എല്ലാം വലിപ്പമാണ്. നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഒരു തോളിൽ നിന്നെടുത്ത തോളിലേക്കുള്ള ദൂരം തന്നെ പറയുന്നത് എന്താണ്? ജീവിച്ചിരിക്കുന്ന ദുനിയാവില് എന്റെ ഒരു ഷോൾഡറിൽ നിന്നെടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു അടിയല്ലേ ഒരു മുഴമല്ലേ ഉണ്ടാവുകയുള്ളൂ. കൂടിപ്പോയാൽ അല്ലെങ്കിൽ 1.5 അടി ഉണ്ടാകും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കുന്ന 1/4 മീറ്ററല്ലേ ഉള്ളൂ. ഈ ഷോൾഡറിനടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം എത്രയാണ്? ഞാൻ നരകത്തിൽ പോയാൽ പടച്ചോനെ കാക്കട്ടെ, നരകത്തിൽ പോകുന്ന മനുഷ്യന്റെ ഒരു ഷോൾഡറിൽ നിന്നെടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മസീറത്തു സലാസതി അയ്യാം ലിറാകിബിൽ മുസ്രിഈൻ ബി മുഹമ്മദ് മുസ്തഫ.